നിതിൻ രാജ്. ആ പേര് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ ചാൻസ് ഇല്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മരിച്ച പയ്യന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പ്രാക്കും കൂടെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുവെത്തിയ മാർഗമായിരുന്നോ ഈ ഹർത്താൽ? എന്തൊക്കെയാണ് നിങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയേ? തോന്നിയവാസം, തെണ്ടിത്തരം, ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് ഹർത്താലൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ കാണിച്ച തോന്നിയവാസവും തെണ്ടിത്തരവും. സംസ്ഥാനത്തെ ദളിത് സംഘടനകളുടെ ഹർത്താലല്ല, അക്രമം. അതാണ് ഇന്നലെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. വെറും അക്രമം. നിങ്ങളിത് ഹർത്താൽ എന്നും പറഞ്ഞ് കാണിച്ചു കൂട്ടിയത് നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. എങ്ങനെ ഒരു ഷോ ഓഫ് നടത്തണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അക്രമം അഴിച്ചുവിടണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരെ പോലും ഇവന്മാർ വെറുതെ വിട്ടിട്ടില്ല. സമരമൊന്നും പറഞ്ഞിട്ട് ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് പോലും ഇവന്മാർ കാണിക്കുന്ന ചില തൊലിഞ്ഞ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും പന്നി, കയ്യിലെങ്ങനെ കിട്ടിയാ നീ ഒന്ന് സൂക്ഷിച്ചോ. അവരുടെ സ്ഥാനത്ത് നിന്റെ വീട്ടില് നിന്റെ അമ്മയോ നിന്റെ പെങ്ങളോ നിന്റെ മോളോ ആയിരുന്നെങ്കിൽ നിനക്ക് മനസ്സിലാവൂടെ തെണ്ടി അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അതുവരെ നിനക്കൊന്നും ഒരു കോപ്പും കത്തത്തില്ല. കത്തണമെങ്കിൽ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടാവണം. അതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സത്യമായിട്ട് പറഞ്ഞ കയ്യിൽ എങ്ങനെ കിട്ടി അടിച്ച് നിന്റെ ചെവിക്കല് ഞാൻ പൊട്ടിക്കും. ആദ്യം ആ ന്യൂസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഈ അലവലാതി പറഞ്ഞതിലോട്ട് ഞാൻ വരാം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട് ദലിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വലഞ്ഞ ജനങ്ങൾ. തമ്പാനൂരിൽ ഉൾപ്പെടെ 100ഓളം KSRTC ബസ്സുകൾ തടഞ്ഞു. ദേശീയപാതയിൽ പള്ളിപ്പുറത്ത് 3.5 മണിക്കൂറോളം വാഹന ഗതാഗതം മുടങ്ങി. VIT എൻട്രൻസിലെത്തിയ 100ലേറെ കുട്ടികളുടെ പരീക്ഷ മുടങ്ങി. ഒരു മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച ഹർത്താൽ ഈ ലോകം മുഴുവനും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണോ? നിങ്ങൾ ഹർത്താൽ അറിയാതെ പോയത് ഞങ്ങളുടെ തെറ്റാണോ? രാവിലെ തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ്സുകൾ തടഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം. വാഹനങ്ങളുടെ ബോർഡുകൾ അഴിപ്പിച്ചു. ദീർഘദൂര ബസ്സുകളുടെ മുമ്പിൽ ഹർത്താൽ അനുകൂലികൾ കയറിക്കിടന്നു. പിന്നെ സമരം ജില്ലയിലുടനീളം വ്യാപിച്ചു. പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ 7:30യോടെ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങി. ഒരു മിനിറ്റ്. ഈ റാം എന്ന് പറയുന്ന വ്യക്തി ഈ നിതിനെ ദളിതൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടെ റാമിൻ്റെ പേര് കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ ഈ പ്രസംഗം ചെയ്യുന്ന ആറിയുണ്ടല്ലോ, ഈ ദളിതനെ കൊന്നു എന്ന് പറയുന്ന ഈ നാറി, ഇവന്റെ പേരും കൂടെ കേസെടുക്കണം. ദളിതനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, അതൊരു മനുഷ്യനാടാ. നീയൊക്കെ ജാതി മതം പുഴുങ്ങിക്കൊണ്ട് എന്തിനാ ഇറങ്ങുന്നേ? ഇത്രയും ആൾക്കാര് നിതിൻ രാജിന് വേണ്ടിയിട്ട് സംസാരിച്ചതും അവന് വേണ്ടിയിട്ട് വീഡിയോസ് ആണെങ്കിലും റിയാക്ഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്നത് അതൊരു മനുഷ്യനാണെന്ന് കണ്ടിട്ടാ, അല്ലാതെ അവന്റെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല. 2 കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത തടസ്സം രൂപപ്പെട്ടു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പെരുവഴിയിലായി. 100ഓളം കുട്ടികൾക്ക് പരീക്ഷ മുടങ്ങി. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെന്നായിരുന്നു BTech. അപ്പം നല്ലൊരു കോളേജാണ് VIT. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അത് കുറേ 2 മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു. പിന്നെ 9 മണിക്ക് കറക്റ്റായിട്ട് എത്തണം. 8 തൊട്ട് 9 വരെയാണ് രജിസ്ട്രേഷൻ ടൈം. അതിനുള്ളിൽ എത്തിയില്ല. ഇനിയിപ്പോൾ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഒരു യൂത്തിൻ്റെ ഫ്യൂച്ചറിനെ വെച്ചാണ് ഇപ്പം ഉണ്ടായ കളി. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വന്നൊരു കാര്യമാണ്. വാഹനങ്ങൾ തടയില്ലെന്ന സമരക്കാരുടെ വാക്ക് വിശ്വസിച്ച് RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ഉൾപ്പെടെ അത്യാവശ്യങ്ങൾക്ക് യാത്ര പുറപ്പെട്ടവർ പൊരിവെയിലത്ത് മണിക്കൂറുകളോളം റോഡിൽ കാത്തുകിടന്നു. 3.5 മണിക്കൂർ കഴിഞ്ഞാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. നിതിന്റെ ജന്മനാടായ നെടുമങ്ങാട് വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. നെയ്യാറ്റിൻകരയിലും ആറ്റിങ്ങലും പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇതാണോ നിങ്ങൾ നിതിൻ രാജിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ? തെണ്ടിത്തരം, തന്തയില്ലായ്മ, ഇതൊക്കെയാണ് ഇതിനെ പറയേണ്ടത്. അല്ലാതെ നിതിൻ രാജിന് നീതി മേടിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റത്തില്ല.
അങ്ങനെ ഒന്നായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കോളേജിലും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ പോയിട്ടായിരുന്നു. അല്ലാണ്ട് പാവം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച്, എക്സാം എഴുതാൻ വരുന്ന കുട്ടികളെ ബുദ്ധിമുട്ടിച്ച്, അത്യാവശ്യത്തിന് പോകുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല ഹർത്താൽ ഉണ്ടാക്കേണ്ടത്. തുടക്കത്തിൽ പറഞ്ഞൊരു പുന്നാര മോനുണ്ടല്ലോ, ആ പുന്നാര മോൻ കാണിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോറി, ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് എങ്ങനെ വരാനായിട്ടോ മരുന്നൊക്കെ ഉണ്ടോ, മരുന്ന് കഴിക്കാനുണ്ടോ അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാണോ കേട്ടോ? എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചാണ് രോഗം തന്നെ. ഇന്നലെ പോവായിരുന്നു. എടാ പുന്നാര മോനെ, ഇന്ന് പോകേണ്ട അടുത്ത് ഇന്നലെ പോവാൻ നിന്റെ തന്തയാണോ അവിടെ ഡോക്ടറായിട്ട് ഇരിക്കുന്നേ? ആണോ? എനിക്ക് പോകാൻ പറ്റണ്ട. എന്റെ ശരീരം ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ ഹർത്താൽ? 6 മണിക്കല്ലേ? ഞാൻ വരില്ല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനില്ലേ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പ്രാക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റ കാര്യം ഈ പുന്നാരുടെ മോൻ്റെ അടുത്ത് പറയാനുള്ളൂ. നിൻ്റെ ഫാമിലിയിൽ, നിൻ്റെ കുടുംബത്തിൽ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇങ്ങനൊരവസ്ഥ വരും. അന്ന് നിനക്ക് മനസ്സിലാവും ആ 2 വ്യക്തികളുടെ വേദന എന്താണെന്നുള്ളത്. അന്നേ നിനക്ക് മനസ്സിലാവൂടെ നാറി. ഉളുപ്പില്ലാതെ പല തന്തയ്ക്ക് ഉണ്ടായ ഒരു ജന്മം. ഇതുപോലെ മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന അവന്മാരൊന്നും പിടിച്ചിട്ട് നിങ്ങൾ ഹർത്താലാണേലും എന്ത് കോപ്പാണേലും കൊണ്ട് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ട്രാക്ക് അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് സഹായം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ബാക്കിയുള്ള ആൾക്കാർ, അതൊരു ക്യാൻസർ പേഷ്യൻ്റാ, അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? നിനക്ക് ഇന്നലെ പോകായിരുന്നില്ലേന്ന്? അവൻ്റെ തന്തയാണ് അവിടുത്തെ ഡോക്ടർ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ പോയാലും ട്രീറ്റ്മെൻറ്റ് എടുക്കും. ഇന്നലെ പോയാലും ഇന്ന് കഴിക്കേണ്ട മരുന്ന് ഇന്നലെ പോയി കഴിച്ചാലും കുഴപ്പമുണ്ടാകത്തില്ല. കാരണം അവൻ്റെ തന്തയാണല്ലോ അവിടെ ചികിത്സിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ഇവനൊക്കെ പിടിച്ചിട്ട് ആദ്യം അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. ഇവന്മാരെയൊക്കെ പിടിച്ച് ആദ്യം അകത്തിടണം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലിറങ്ങി അവന്മാരും ജോലിക്ക് പോകുന്നില്ലേ? പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കണമെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? സമരക്കാരോട് പറഞ്ഞ ഓട്ടോ വിളിച്ചു വിടാൻ പറഞ്ഞു. ഞങ്ങൾ ഈയോട് വന്നപ്പോൾ തടഞ്ഞു നിർത്തിയപ്പോ എന്തോ ഡ്രൈവർ വന്നപ്പോൾ പറഞ്ഞു വിട്ടു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്ന ഒരു കുഴപ്പം. ഇവന്മാര് വരുന്നവരോടും പോകുന്നവരോടും പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്ത് മൊത്തം നമ്മൾ അറിയിച്ചിട്ടാണോ സമരം നടത്തുന്നത്? കേരളത്തിൽ അറിയിക്കുന്നതാണോ നിങ്ങൾക്ക് ലോകം മൊത്തം അറിയിക്കുന്നത്? ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ലോകം മൊത്തം അറിയിക്കാൻ വേണ്ടിയിട്ട് വല്ല വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അതായത് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്താക്കിയിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണിച്ചു തരണം. വരുന്നവരോട് പോകുന്നവരോട് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ലോകത്തുള്ള എല്ലാവരും അറിയിച്ചിട്ടാണ് സമരം ചെയ്യുന്നതെന്ന്. കേരളത്തിലെ ജനങ്ങൾ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെയും കൂടെ അറിയിച്ചിട്ടാണ് സമരം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവാ, നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വിശ്വസിക്കാം. ഇതൊന്നും അറിയാതെ വന്ന് പെടുന്ന ആൾക്കാരായിരിക്കും പകുതിയും. എല്ലാവരും ഇത് അറിയണമെന്നില്ല. അത് ആദ്യം ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവണം. എവിടെ മനസ്സിലാവാനാ? ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുമല്ലേ? നിന്നോടൊക്കെ തിരിച്ച് പ്രതികരിക്കാത്ത അവന്മാരുടെ നെഞ്ചത്തോട്ട് കയറാൻ നിനക്കൊക്കെ പറ്റത്തുള്ളൂ. കാരണം അതിനുള്ള ധൈര്യമേ നിനക്കൊക്കെ ഉള്ളൂ. ഏതോ ഒരു ഹോട്ടൽ പൊട്ടിക്കാൻ പോയിട്ടും ഒരു വാച്ച് കട പൊട്ടിക്കാൻ പോയിട്ടും വല്ലതും നടന്നായിരുന്നോ? അവരവിടെ നിന്ന് സ്റ്റാൻഡായിട്ട് നിന്ന് സംസാരിച്ചപ്പോൾ ഒരു ഒളിപ്പില്ലാണ്ട് ഇറങ്ങി വരേണ്ടി വന്നില്ലേ? എത്ര ഉള്ളു നീയൊക്കെ നീതി മേടിച്ച് കൊടുക്കാനാണെങ്കിൽ അത് എവിടെയാണോ പറ്റിയത് അവിടെ പോയിരുന്ന് നോക്ക്. അല്ലാണ്ട് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരുടെ സമയവും അവരുടെ
കാര്യങ്ങൾ നശിപ്പിച്ചിട്ട് ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഒരു ഉളുപ്പില്ലാതെ ഹർത്താലാണെന്നും പറഞ്ഞിട്ട് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച കുറേ എണ്ണം, എന്നിട്ട് അതിൻ്റെ പേര് ദളിത് സംഘടന. ഇനി ഇതും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് വലതൊക്കെ തിരിച്ച് പറയും. എനിക്ക് പിന്നെ ഒരുത്തനും പേടിയൊന്നുമില്ല, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പും അല്ല. അതുകൊണ്ട് സൂക്ഷിച്ച് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരിക, മനസ്സിലായോ? പിന്നെ ആ പുന്നാര മോൻ്റെ അടുത്ത് കൈ കിട്ടി അടിച്ച് നിൻ്റെ ചെവിക്കല്ല് ഞാൻ പൊട്ടിച്ചിരിക്കും. പൊട്ടിച്ചിരിക്കുന്നതാണ് പൊട്ടിച്ചിരിക്കും, മാത്രമേ ഉള്ളൂ. പന്നം.